റിപ്പോർട്ടിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമെന്ന് കോടതി. രാഹുലിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ലെന്നും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു. ബലാത്സംഗമാണെന്ന് ആരോപിക്കാൻ മതിയായ തെളിവില്ലെന്നും കോടതി. പരാതിയിലെ 2 വർഷത്തെ കാലതാമസവും പരാതി പോലീസിന് നൽകാതെ KPCC പ്രസിഡന്റിന് നൽകിയതും കോടതി ചൂണ്ടിക്കാട്ടി. ക്രൂര ബലാത്സംഗത്തിന് ശേഷവും വിവാഹത്തെക്കുറിച്ച് അതിജീവിതം സംസാരിച്ചെന്നും ഉത്തരവിലുണ്ട്. സിജോ വി ജോൺ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. മൊഴിയിലും പരാതിയിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അതിജീവിതം നൽകിയിരിക്കുന്ന പരാതി, അതായത് KPCC പ്രസിഡന്റിന് കൊടുത്തിരിക്കുന്ന പരാതി, ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴിയുമുള്ള വൈരുദ്ധ്യങ്ങളാണ് കോടതി ഈ ഉത്തരവിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം ആ തരത്തിൽ ഇരയാകുന്ന ഒരാൾ പരാതി നൽകുന്നത് ഒരു കാലതാമസമായി കണക്കാക്കാം. അത് കാലതാമസം ഉണ്ടാകുന്നത് നമുക്ക് സ്വാഭാവികമായി കണക്കാക്കാം. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു കാലതാമസം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ, പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ കാലതാമസം ഉണ്ടായി അതിൽ പറയുന്നത്, പരാതിയിൽ പറയുന്നത് ഈ തൻ്റെ ഭാവി ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകാതിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്, ഈ അതിജീവിതയെ വിവാഹം കഴിക്കാമെന്ന് രാഹുൽ അതിനുശേഷം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരാതി നൽകാത്തത് എന്നുള്ളതാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന, കംപ്ലൈൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പീഡനത്തിനിരയായതിനു ശേഷവും ശരീരമാസകലം മുറിവുണ്ടായിരുന്നു, അത് വീട്ടിൽ തന്നെയാണ് ചികിത്സ തേടിയെന്ന് പറയുന്നു. പക്ഷേ ഈ പറയുന്ന മൊഴിയിൽ പ്രത്യേക ചികിത്സയൊന്നും തേടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പരാതി വന്ന വഴിയെക്കുറിച്ച് തന്നെയാണ് കോടതി സംശയം പ്രകടിപ്പിക്കുന്നത്. കാരണം ഇത് പരാതി നൽകിയിരിക്കുന്നത് 2 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അത് നിയമപരമായ വഴികൾ തേടാതെ KPCC പ്രസിഡന്റിനാണ് ഇത്തരത്തിലൊരു കത്തയക്കുന്നത്. ആ KPCC പ്രസിഡന്റിന് അയച്ചിരിക്കുന്ന കത്തിൽ ഇയാൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുവിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം, പാർട്ടി പരിപാടികൾ പങ്കെടുപ്പിക്കരുത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെയോ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെയോ ഭാഗമായി ഉന്നയിച്ചതാകാം എന്നുള്ളൊരു സംശയമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. അതൊരിക്കലും തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നു. ഈ ബലാത്സംഗത്തിന് ശേഷവും ഈ യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, അവർ അടുത്തിടപഴകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നീട് പിന്നീട് നിർബന്ധിച്ചു അല്ലെങ്കിൽ ഇയാളെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദമുണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അത് വാസ്തവമാണ് എന്നുള്ളത് സംശയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഇത് പ്രഥമ ദൃഷ്ട്യാ ഒരു ബലാത്സംഗം നടന്നു, അത് അത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന് തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ 50 ലക്ഷം രൂപയുടെ 2 ആഴ്ച ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുള്ള കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ വ്യവസ്ഥകളിൽ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ എല്ലാ തിങ്കളാഴ്ചയും, അതായത് മാസത്തിൽ 2 തിങ്കളാഴ്ചകളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയാണെങ്കിൽ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയുടെ പിന്നിലുള്ള ചില താല്പര്യങ്ങളോ അത്തരം ഇടപെടലുകളെ കുറിച്ചൊക്കെയാണ് ഒരു സംശയം തന്നെ കോടതി പറയുന്നത്. ജാമ്യാപേക്ഷയിൽ പറഞ്ഞ എല്ലാത്തിനും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നുള്ളൊരു ആരോപണം അത് കൂടുതൽ ശക്തിപ്പെട്ടു എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ് കോടതിയും പ്രകടിപ്പിക്കുന്നത്. കാരണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC പ്രസിഡന്റിന് വന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ക്രൂരമായ അനുഭവം തനിക്കുണ്ടായി, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്നുണ്ട്. പിന്നീട് നിയമപരമായ ഒരു വഴികളെക്കുറിച്ചല്ല അവർ ആ പരാതിയിൽ പറയുന്നത്, അതിന് പകരം ഇയാളെ പൊതുവിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി വന്നിരിക്കുന്ന പരാതിയെക്കുറിച്ച് അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ
കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യമായ തെളിവുകൾ ഇല്ല എന്നുള്ളൊരു കാര്യവും പറയുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ജാമ്യം നൽകുന്നതിലേക്ക് പോകുന്നത്. എന്തായാലും സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം, എന്നാൽ ശക്തമായ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ അനാവശ്യമായി തടങ്കലിൽ വയ്ക്കാനാകില്ല. അതുകൊണ്ട് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നുവെന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതായത് ഇവിടെ ഈ പരാതി നൽകിയ കാലതാമസം അടക്കം ഒരു വലിയൊരു വൈരുദ്ധ്യമായി കോടതി കാണുന്നുണ്ടല്ലേ? തീർച്ചയായും കാലതാമസം ഉണ്ടാകാം. കാരണം ലൈംഗിക അതിക്രമത്തിന് ഇരയായ, പീഡനത്തിന് ഇരയായ, ബലാത്സംഗത്തിനൊക്കെ ഇരയായ ഒരു അതിജീവിത അവർ സ്വാഭാവികമായും കുറേ നാളുകൾ എടുക്കുക, കാലതാമസം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ അവർ പറയുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് കോടതി പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന തൻ്റെ ഭാവി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഈ പരാതിയിൽ പറയുന്നത് തൻ്റെ ഇത്തരത്തിലൊരു പരാതി നൽകി കഴിഞ്ഞാൽ തൻ്റെ ഭാവി തന്നെ നശിച്ചു പോകും, പുറത്ത് ആളുകൾ അറിയും, അതിലുള്ളൊരു ചിന്തയെ കൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാത്തതെന്നുള്ളത് ഈ പരാതിയിൽ പറയുമ്പോൾ ഇതിന് ശേഷം ബലാത്സംഗത്തിന് ശേഷവും രാഹുൽ വിവാഹം കഴിക്കാമെന്നുള്ളൊരു കാര്യം ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പല കോൺട്രഡിക്റ്റ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഇത് വല്ലാത്ത രീതിയിൽ സംശയം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ കോടതി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന പല ചാറ്റുകളുണ്ട്. ആ ചാറ്റുകളിൽ പോലും ഇവർ തമ്മിൽ പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ചാറ്റുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ യുവതി നാട്ടിലേക്ക് വരുന്ന വഴിക്ക് നിർബന്ധപൂർവം ഈ പറയുന്ന കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയാണെന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ചാറ്റുകൾ ഉള്ളതെന്നുള്ളതാണ് കോടതി വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ശരി സിജോ.